ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വാട്ട് ആർ മൈ ഫേവറേറ്റ് മൂവീസ് ഓഫ് ദിസ് ഇയർ. അത് എനിക്കത് കണ്ടപ്പോൾ മുതലേ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ വിസിറ്റ് ചെയ്തവർക്കറിയാം, this is one of my first videos. So ഈ സാധാരണ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ എനിക്ക് പറയേണ്ട ഗതികേട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറയുന്നത് ഇഷ്ടമല്ല. ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദി ആക്ഷൻ. പക്ഷെ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവരും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ വിൽ കീപ്പ് അപ്ലോഡിങ്. അപ്പോൾ നമുക്കിനി അധികം ബിൽഡപ്പ് ഒന്നും വേണ്ട, നമുക്ക് വേഗം കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഈ പടം ഒരു കാര്യം പറയാനുള്ളൂ, വിനീത് ശ്രീനിവാസൻ ഹാസ് വർക്ക്ഡ് ഹിസ് മാജിക് അഗൈൻ. അതേ ഒരു ഫീൽ, ഇങ്ങനൊരു ഫീൽ ഗുഡ് മൂവി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ടൈമിൽ ഒക്കെ ഈ ഇങ്ങനെയുള്ള സിനിമകൾ വരണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ആക്ഷനും അതൊക്കെ കൊള്ളാം, ഇത് നന്നായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പക്ഷേ ഈ ബാക്കിയുള്ള ജോൺറീസിൻ്റെ ഒക്കെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബോറടിക്കും. ഒരെണ്ണം ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോർമുലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ബോറടിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഓഡിയൻസിന്. അപ്പോൾ നല്ല കുറച്ച് സിനിമകൾ നമ്മുടെ കയ്യിൽ വഴുതി പോകാം, അല്ലെങ്കിൽ നല്ല കുറേ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. പക്ഷേ ഫീൽ ഗുഡ് മൂവീസിന് എപ്പോഴും എല്ലാവർക്കും നന്നായിട്ട് സന്തോഷിക്കാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ടായിരിക്കും ഫീൽ ഗുഡ് മൂവീസ് എനിക്ക് എസ്പെഷ്യലി ഇഷ്ടമാണ്, നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ. ചില സിനിമകളുണ്ട്, അതിപ്പോൾ ഈ അടുത്തിറങ്ങിയ ചില സാധനങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേര് അതൊക്കെയുണ്ട്, പിന്നെ അതൊക്കെ കാണും. അപ്പോൾ പിന്നെ എന്തോ കുഴപ്പം. അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം ഫീൽ ഗുഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചില അവതാര സാധനങ്ങളുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേരും കിട്ടണല്ലോ. അപ്പോൾ അങ്ങനെ പ്രട്ടൻഷ്യസായിട്ട് ട്രൈ ചെയ്യുന്നില്ലാത്തൊരു സിനിമയാണത്. ഇതിനകത്ത് വളരെ ലളിതമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. സ്പോയിലർ റിവ്യൂ ആണ്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. പടം കണ്ടില്ലെങ്കിൽ പോയി പടം കണ്ടിട്ട് വന്ന് സംസാരിക്കുക. അല്ല സിനിമ കാണാം, എന്തൊക്കെയാണ് ഞാനീ പറയുന്നത്. അത് കുഴപ്പമില്ല. പടം കണ്ടിട്ട് വരിക. സ്പോയിലർ അലേർട്ട് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ദിസ് മൂവി ഈസ് അബൌട്ട് സ്റ്റാർട്ട്സ് ഇൻ ദ 70s. ടൈറ്റിൽ കാർഡ് ശരിക്കും ശ്രദ്ധിച്ചില്ല, ഓർമ്മയില്ല. 70s തുടക്കത്തിലും കാണും, അല്ല 70s മിഡിൽ എന്തോ ആണെന്ന് തോന്നുന്നു. OTT ഇറങ്ങുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്ന ഒരു വേണു എന്ന് പറയുന്ന ധ്യാനിൻ്റെ ക്യാരക്ടർ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് ഒരു ഒന്നാമത്തെ പോസിറ്റീവ്, നന്നായിട്ട് പുള്ളി മേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലുവിനെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് ഓർമ്മ വരും. പക്ഷെ ചില ഷോർട്സിൽ പുള്ളിക്ക് തടി ശരിക്കും കുറയ്ക്കാൻ പറ്റിയില്ല. നമ്മൾ ലാലുവിനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ഫിസിക്കൽ സ്റ്റൈലിലേക്ക് വന്നിട്ടില്ല. എന്നാലും പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല, അത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നല്ല, എന്നാലും അത് വന്നിട്ടില്ല. അത്ര നന്നായിട്ട് നമ്മളെ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷെ അത്രയും നന്നായിട്ട് ഈ ലാലുവിൻ്റെ ഒക്കെ ഒരു ലുക്ക് എന്ന് പറയുമ്പം ഫേസൊക്കെ കറക്റ്റ് ആ ലുക്കാണ്. പക്ഷെ ബോഡിയുടെ കാര്യത്തിൽ കുറച്ച് തടി അതുപോലത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഫിസിക്കല്ല,
കുറച്ചും കൂടി മെലിഞ്ഞിട്ട് ഇരിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ആരും കാണരുത്, അത് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഥ മുഴുവനും ഇവിടെ വലിച്ചു നീട്ടി പറയുന്നില്ല, നീട്ടം കൂടിപ്പോവും. ഞാൻ എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് പറയാം. അതായത് ഒരു പോയിൻ്റുണ്ട്, ഈ ഇവരുടെ റിലേഷൻഷിപ്പ്, ഈ വേണു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും പിന്നെ പ്രണവ് ചെയ്യുന്ന നമ്മുടെ മുരളി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ പ്രോഗ്രഷനാണ് ഈ സിനിമ മുഴുവൻ കാണിക്കുന്നത്. അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ നമ്മളെ ആദ്യമേ തൊട്ട് ഒരു അറ്റ് ദ മോസ്റ്റ് 10 minutes കോമഡിയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളെ അങ്ങ് പിടിച്ചിരുത്തും. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവരുടെ കഥയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ നന്നായിട്ടിങ്ങനെ പോകും. എന്നിട്ട് അവർ രണ്ടുപേരും മദ്രാസിൽ പോകുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് സിനിമ ഡ്രീമായിട്ട് അവരുടെ സ്വന്തം സ്പെസിഫിക് ആയിട്ടുള്ള ടാലൻറ്റ്സ് ഉപയോഗിച്ച് they want to make themselves known in the movie industry. അതുകൊണ്ട് അവർ പോണു. പിന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സ്പോയിലർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല സ്പോയിലർ റിവ്യൂ എന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുമ്പോൾ സ്പോയിലർ ആയി പോയാലോ എന്ന് വെച്ചിട്ടാണ്. കാരണം അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താണെന്നല്ല, അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ്, പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ്, ഈ സോങ്സിൻ്റെ ചില സമയത്തുള്ള സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റും അതിൻ്റെ നേരറ്റീവായിട്ടുള്ള ഒരു ഇഴുകിച്ചേർന്ന് പോകുന്ന സ്വഭാവമുള്ള സോങ്സാണ്. അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ് ജ്ഞാപകം. എനിക്കങ്ങനെ സാധാരണ സാഡ് മൂഡുള്ള സോങ്സ് ഇഷ്ടമല്ല, ഞാൻ ഓടിച്ചു വിടും. മൂവി കാണുമ്പോൾ OTT-ലൊക്കെ കാണുമ്പോൾ എനിക്ക് സാഡ് മൂഡുള്ള സോങ്സ് ഇഷ്ടമല്ല. ഇപ്പം ഹൃദയത്തിലാണെങ്കിൽ പോലും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ എന്നാലും എനിക്ക് എന്താ എൻ്റെ പേര്, അരികെ നിന്ന് നിഴൽ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. ദർശനമായിട്ടൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം അരുൺ നിൻ്റെ സിറ്റുവേഷൻ കാണിക്കുന്ന സോങ്, അതൊന്നും എനിക്ക് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചൊരു ഇതായിട്ട് തോന്നും. പക്ഷെ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്. എന്നാലും അവരുടെ റിലേഷൻഷിപ്പും അതിൻ്റെ അകത്തുള്ള ആ സോങ് വരുന്ന ടൈമിൽ ആ മ്യൂസിക്കും ആ സോങ്ങും അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ടൈമിൽ പെർഫെക്റ്റാണ് ആ സിനിമയിൽ. അത് ഒരു താളമാണ്. പിന്നെ അത് വന്ന ശേഷം പിന്നെ പലപ്പോഴായിട്ട് ആ സോങ് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു ഹാർമണിയാണ്. പിന്നെ ഞാൻ ഇവരുടെ സിനിമകളിൽ ഇവരുടെ സിനിമകളിലല്ല, ഈ ഹൃദയത്തിലും ഇതിലും ജേക്കബിലൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഹൃദയത്തിലും വർഷങ്ങൾക്ക് ശേഷത്തിലും ഒരേപോലെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സാധാരണ സിനിമകളിൽ ഒരാളൊരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ അയാളൊരു സ്ഥലത്ത് തുടങ്ങി, എന്നിട്ട് അയാൾ വർഷങ്ങളുടെ അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് അയാൾ ആ സ്ഥലം വിട്ടുപോയി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ ആ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു എന്ന് വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് അയാളുടെ മെൻ്റലായിട്ടുള്ള തോട്ട്സൊക്കെ നമ്മളെങ്ങനെയാണ് സാധാരണ സിനിമയിൽ കൺവേ ചെയ്യുക. ആ സിനിമയുടെ സീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ OTT റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോയും കൂടി ഇതൊക്കെ എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്.
ഇപ്പം ഞാൻ ഓവറലായിട്ട് പറഞ്ഞു നോക്കാം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില സമയത്ത് പഴയ സിറ്റുവേഷൻ കാണിക്കും, പുതിയ സിറ്റുവേഷൻ കാണിക്കും. ഇത് രണ്ടും തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പഴയതാണെങ്കിൽ വെരി ഹാപ്പി സൺഷൈൻ സൺറൈൻ സ്റ്റൈല് സാധനം കാണിച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ ഒരു ബ്ലീക്കായിട്ടുള്ള പ്രസൻ്റ് ഡേ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബ്രീഫ് ഫ്ലാഷ് ബാക്കും മാച്ച് കട്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ രണ്ടിലും ഓഡിയൻസിൻ്റെ എബിലിറ്റീനെ വല്ലാതെ ട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് വന്നിട്ടു പിന്നെ ഫ്ലാഷ് ബാക്ക് തീരുന്നു, പ്രസൻറ്റ് ഡേ കാണിക്കുന്നു. അപ്പോൾ അത് കോൺട്രാസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ ചില ഡയലോഗ്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്കത് എക്സ്പ്ലിസിറ്റായിട്ട് കാണിച്ചു തരില്ല, എന്നാലും നമുക്കറിയാം ഇയാൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഹി വാണ്ട്സ് us ടു ലുക്ക് അറ്റ് ദ കോൺട്രാസ്റ്റ്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ അതുപോലൊരു സീനുണ്ട്. ഈ വേണു ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നൊക്കെ ഒരു സക്സസ്സിന് ശേഷം ഒരു റൈറ്ററാവും പുള്ളി വിചാരിച്ചതുപോലെ തന്നെ. പുള്ളി എന്നിട്ട് മൂവ് ഔട്ട് ചെയ്യും. പുള്ളി എന്നിട്ട് വർഷങ്ങൾക്കൊന്നും ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ആഫ്റ്റർ സം ടൈം തിരിച്ചു വരും സ്വാമീസിലേക്ക്. അപ്പോഴും ഏകദേശം അതുപോലെ ഉണ്ട് ഇൻ ദ 70s. വലിയ ടൈം ജമ്പല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. എന്താ എൻ്റെ പേര്, പൊങ്കൽ റൈസൊക്കെ ഇങ്ങനെ കിടക്കുന്നു, സ്കാറ്റേർഡായിട്ട് കിടക്കുന്നു, സ്കാറ്റേർഡായിട്ട് തുണികൾ കിടക്കുന്നു. ദ പ്ലേസ് ഇസ് ഇൻ എ മെസ്. പക്ഷേ സാധാരണ സിനിമകളിലാണെങ്കിൽ ദ പ്ലേസ് ഇസ് ഇൻ എ മെസ്, അത് പ്രസൻറ്റ് ഹാപ്പി ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ്, അതിങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് മറ്റേ എന്താ ഈ പാല് കാച്ചലിൽ കല്യാണം പാല് കാച്ചൽ അതുപോലെ ഇങ്ങനെ കാണിച്ചു പോകൊണ്ടിരിക്കും. ഇതതുപോലെ ഒന്നുമില്ല. ആ ഷോട്ടിൻ്റെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പണ്ടത്തെ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ടാണ് പിന്നെ പ്രണവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നു, അവർ സംസാരിക്കുന്നു. പിന്നെ അതൊക്കെ ഒരു പ്ലോട്ടിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. അതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഗിമിക്ക് അത് യൂസ് ചെയ്യാതെ വിട്ടു. ദാറ്റ് ഓൺലി ആഡ്സ് ടു ദി എക്സ്പീരിയൻസ്. എല്ലാവരും യൂസ് ചെയ്യുന്ന ഗിമിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ സിനിമയിലും കാണുന്നതല്ലേ, നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഇത് ശ്രദ്ധിക്കുന്നേ ഇല്ല. വെരി നൈസ് ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ദൈവമേ കോമഡിയാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു മെലൻകോളിക് ഫീലിലൊക്കെ അങ്ങ് പോകും. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രായമായ ലുക്സും ഒക്കെ കാണിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമഡി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഒറ്റ കോമഡി പോലും ലാൻഡ് ചെയ്യാണ്ടിരുന്നിട്ടില്ല എനിക്ക് പേഴ്സണലി. എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്, ഒരൊറ്റ കോമഡി പോലും വേസ്റ്റായി പോയിട്ടില്ല. എല്ലാ കോമഡിയും ചെറുതും വലുതുമായ ചിരികൾ ഉറപ്പാണ്. എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്. എല്ലാവർക്കും അങ്ങനെ വരുമോയെന്നറിയില്ല, ഭൂരിഭാഗം ആൾക്കാർക്കൊക്കെ വരേണ്ടതാണ്. എനിവേ ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഒരു ക്യാരക്ടറിൻ്റെ ഫ്യൂണറലിന് പോകുന്ന സമയത്താണെങ്കിൽ ഒരു സീനൊക്കെ ഉണ്ട്. മോനെ എൻ്റെ ദൈവമേ, എവിടെ ചെന്നാലും അതെ മറ്റേ ആ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ
അങ്ങനെ വളരെ നൈസായിട്ടുള്ള കോമഡികളും ഒക്കെ ആയിട്ട്, പിന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് റിസർവേഷൻസ് ഉണ്ട്. നമ്മൾ ഹൃദയത്തിലൊക്കെ കണ്ട പോലെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു കാര്യമാണെന്ന് വിചാരിക്കും, എന്നിട്ട് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടൊരു റഗ് പുള്ള് നടത്തും. ഇപ്പം ഹൃദയത്തിലാണെങ്കിൽ നമ്മളൊക്കെ കരഞ്ഞുകൊണ്ട് സൂം കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നിത്യ ആൻഡ് ഈദർ ദ നിത്യ ഓർ ദ ബേബി ഇസ് ഡെഡ് എന്ന് വിചാരിക്കും. പക്ഷെ രണ്ടുപേരും സേഫാണ്. ആനന്ദാശ്രു ഞാൻ ശരിക്കും ഒരുപാട് സിനിമകളൊന്നും ആനന്ദാശ്രു എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ ഒരു കൊമേഡിക്ക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഇതിലും അതുപോലത്തെ ഒരു സാധനമുണ്ട്, കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാവും. ട്വിസ്റ്റ് സ്പോയിൽ ചെയ്യണം. വെരി ലാസ്റ്റ് ട്വിസ്റ്റ് ഓഫ് ദ മൂവിയാണ്. അല്ല, അത് നല്ല കോമഡി ഉള്ളത് ഞാൻ പറയുന്നത്. സോ ഇത്ര നേരം സംസാരിച്ചപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു സിനിമ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ശരിക്കും എൻ്റെ മുഖത്തൊന്ന് നോക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചിരിയാണ് എൻ്റെ മുഖത്തുണ്ട്. നല്ല ചിരിയാണോ? എന്തായാലും ഐ ഫീൽ ഗ്രേറ്റ് ആഫ്റ്റർ വാച്ചിങ് ദിസ്. സൂപ്പർ പടം. ഇനി എന്തിനാണോ പോയി ഇരിക്കണേ, എവിടെ പോയി പടം കാണണം.